അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താരീഖിലെ 3-ാം ക്ലാസ്സിലെ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ചൊരു പേപ്പറാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം എന്നാണ്. ആ ബ്രാക്കറ്റിൽ അബ്ദുൽ മുത്തലിബ്, ഹാഷിം, ലംറ, ജുർഹും, കഅബ, ബനു സുഹ്റ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 7 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനം. ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനം എല്ലാവർക്കും അറിയാം, കഅബ എന്നതാണ് ആൻസർ. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബം ഹാഷിം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയുടെ കുടുംബം ഏതാ? ജുർഹും. മറക്കരുത് കേട്ടോ, അത് മാറാൻ പാടില്ല. നബി തങ്ങളുടേത് ഹാഷിമി എന്നും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയുടെ കുടുംബം ജുർഹും എന്നുമാണ് കേട്ടോ. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഗോത്രം ഏതാ? ബനു സുഹ്റ ഗോത്രം. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ഗോത്രം ബനു സുഹ്റ ഗോത്രം. 5, ഖുറൈശിൽ നിന്ന് തെരഞ്ഞെടുത്തത് ആരാണ്? ഖുറൈശിൽ നിന്ന് തെരഞ്ഞെടുത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 6, ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ ആരാണ്? ലംറത്ത്. ഇനി ലാസ്റ്റത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേര് നൽകിയത് അബ്ദുൽ മുത്തലിബ്. ഉപ്പപ്പയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് പേര് നൽകിയത്. ഇനി രണ്ടാമത്തെ ചോദ്യം 2 വീതം എഴുതാം എന്നാണ്. താഴെ 3 ചോദ്യങ്ങളുണ്ട്, അതിൽ 2 വീതം എഴുതിയാൽ മതി. മക്കയുടെ മറ്റ് 2 പേരുകൾ അറിയില്ലേ? മക്കക്ക് വേറെ 2 പേരുകളുണ്ടല്ലോ. ഒന്ന് ബക്ക, ഉമ്മുൽ ഖുറ. ബക്ക എന്നും എഴുതണം, ഉമ്മുൽ ഖുറ എന്നും എഴുതണം. രണ്ടാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്ത് ഉണ്ടായ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്, വിശദമായിട്ട് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നാമത്തത് പ്രതിമകൾ തലകുത്തി വീണു എന്ന് എഴുതാം. പ്രതിമകൾ തലകുത്തി വീണു. പിന്നെ പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്ന് തരിപ്പണമായി. പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്ന് തരിപ്പണമായി. പിന്നെ സാവ തടാകത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് 2 എഴുതി വെച്ചാൽ മതി കേട്ടോ. പ്രതിമകൾ തലകുത്തി വീണെന്നും പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്ന് തരിപ്പണമായി എന്നും എഴുതാം. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാർ ഒരുപാട് പേര് പറഞ്ഞിരിക്കണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാരുടെ അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് എഴുതി വെച്ചാൽ തന്നെ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ അബ്ദുൽ മുത്തലിബ്. അബ്ദുള്ള ആരാ? നബി തങ്ങളുടെ ഉപ്പ. അബ്ദുൽ മുത്തലിബോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പപ്പ. അത് 2 എഴുതിയാൽ മതി കേട്ടോ. ഇനി മൂന്നാമത്തേത് വ്യക്തമാക്കാം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച വർഷം അവിടെ AD എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? എത്ര? AD 571 ഏപ്രിൽ 21. അപ്പം നബി സല്ലല്ലാഹു തങ്ങളുടെ ജനിച്ച വർഷം AD 571, മാസോ ഏപ്രിൽ എന്ന് എഴുതി വെക്കുക. അവിടെ ഡേറ്റ് ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയം കഴുകി വൃത്തിയാക്കിയത് ആരാ? നബി തങ്ങളുടെ ഹൃദയം കഴുകി വൃത്തിയാക്കിയല്ലോ ലൊംറ എന്ന് പറയുന്ന ഹലീമ ബീവിയുടെ മകൻ്റെ കൂടെ ആട് മേക്കാൻ പോയ സന്ദർഭത്തിൽ. അപ്പോൾ ആരാണ് കഴുകി വൃത്തിയാക്കിയത് എന്നാണ് ചോദിച്ചത്. ആരാ? 3 മലക്കുകൾ ചേർന്നിട്ടാണ് നബി തങ്ങളുടെ ഹൃദയം കഴുകി വൃത്തിയാക്കിയത്. 3, ആമിന ബീവിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്തത് ആരാ? ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. ആമിന ബീവിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്തത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. ഹലീമ ബീവി എന്ന് എഴുതി വെച്ചാൽ കേട്ടോ, റളിയല്ലാഹു അൻഹ. 4, ആമിന ബീവിക്ക് രോഗം ബാധിച്ച സ്ഥലം ഏതാ? ഒരു സ്ഥലത്തേക്ക് പോയി, മദീനയിൽ നിന്ന് ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് മരിച്ചത്? അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നബി തങ്ങളുടെ ഉമ്മയായിട്ടുള്ള ആമിന റളിയല്ലാഹു അൻഹ വഫാത്തായി. അബവാ കേട്ടോ, പനി ബാധിച്ചുകൊണ്ട് സുഖമില്ലാതെ കിടന്നു അങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞില്ലേ. 4, ഉത്തരം എഴുതാം. മാഉ സംസം ഉറവയെടുത്തത് എവിടെ നിന്നാണ്? മാഉ സംസം ഉറവയെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ അത് സൗദി അറേബ്യയിൽ നിന്നാണ് എഴുതി വെച്ചാൽ അതിന് മാർക്ക് കിട്ടൂല.
ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞ് കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് ഉറവയെടുത്തത്. ഇത്ര എങ്ങനെ എഴുതണം? 2 വരി ഉണ്ടല്ലോ അവിടെ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളത്തിന് വേണ്ടിയിട്ട് കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് സംസം ഉറവയെടുത്തത്. 2, കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ എന്ത് ചെയ്തു? പിതാമഹനാണ് ആര്? അബ്ദുൽ മുത്തലിബ്. ജനിക്കുമ്പോൾ ഉപ്പല്ലല്ലോ, 7 ദിവസം മുമ്പ് തന്നെ ഉപ്പ മരിച്ചിട്ടുണ്ട് ജനിക്കുന്നതിൻ്റെ. അപ്പോൾ കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹനായിട്ടുള്ള അബ്ദുൽ മുത്തലിബ് എന്താണ് ചെയ്തത്? നബിനെ എടുത്തിട്ട് എന്താ ചെയ്തത്? കുഞ്ഞ് ജനിച്ച ഉടനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. അപ്പോൾ കഅബാലയത്തിൽ കൊണ്ടുപോയിട്ട് ദുആ ചെയ്തു ഈ കുഞ്ഞിന് വേണ്ടിയിട്ട്. 3, സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ? സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല. നമ്മുടെയൊക്കെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പരമ്പര ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് എവിടേക്ക് മുട്ടെന്നറിയില്ല. പക്ഷേ ഒരു പരമ്പരയിൽ സത്യനിഷേധികളെ ഉണ്ടായിട്ടില്ല. എല്ലാവരും സ്വാലിഹീങ്ങളാണ്. ആരുടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കുടുംബത്തിൽ, അതായത് പരമ്പരയിൽ. അവിടെ നബി തങ്ങളുടെ ഉപ്പയുടെ മാത്രം ഇതേപോലെ, നബി തങ്ങളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും കുടുംബത്തിൽ അവരുടെ പരമ്പരയിൽ ആരുണ്ടായിട്ടില്ല? സത്യനിഷേധികളെ ഉണ്ടായിട്ടില്ല. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീന്തൽ പഠിച്ചത് എവിടെ നിന്നാണ്? നബി നീന്തൽ പഠിച്ചത് മദീനയിൽ നിന്ന്. അബവ എഴുതി വെക്കരുത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയില്ലേ ഉമ്മാൻ്റെ കൂടെ? അപ്പോൾ ആ മദീനയിൽ വെച്ചിട്ടാണ് നബി തങ്ങൾ നീന്തൽ പഠിച്ചത്. 5, ഹലീമ റളിയല്ലാഹു അൻഹക്ക് ബറക്കത്തുകൾ ഉണ്ടായി എപ്പോൾ? പാവപ്പെട്ട ഫാമിലി ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ബർക്കത്ത് ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോറ്റുമ്മയായ ഹലീമയുടെ വീട്ടിൽ എത്തിയത് മുതൽ അവിടെ വലിയ ബർക്കത്തുകൾ ഉണ്ടായി എന്ന് എഴുതി വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് എത്തിയത് മുതൽ അവിടെ ബർക്കത്ത് ഉണ്ടായി എന്ന് എഴുതി വെച്ചാൽ മതി. ലാസ്റ്റത്തത് പൂർത്തിയാക്കാം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം ആരാവുകയുള്ളൂ? യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. നബി സല്ലല്ലാഹു തങ്ങളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. 2, സൗദി അറേബ്യയിലെ പരിപാവനമായ നഗരമാണ് മക്ക. സൗദി അറേബ്യയിലെ പരിപാവനമായ നഗരമാണ് മക്ക. ഇനി കഅബ എന്ന് എഴുതി വെക്കരുത് കേട്ടോ. 3, കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ എന്താണ്ട് ലാസ്റ്റ് ഉണ്ടല്ലേ, മുമ്പ് ഉപ്പ മരിച്ചു പോയിരുന്നു. കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ 7 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉപ്പ മരിച്ചു പോയിരുന്നു. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സുള്ള, അവിടെ 6 എഴുതി വെക്കണ്ട കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സുള്ള കാലം ആമിന ബീവി പൊന്നുമോനെയും കൊണ്ട് നബി തങ്ങളെയും കൊണ്ട് മദീനയിലേക്ക് യാത്ര പോയി. അപ്പോൾ രണ്ടിടത്ത് എന്ത് ചെയ്യുന്നുണ്ട്? 1 6 നെയ്ത 6 വയസ്സുള്ള കാലം അവിടെ ഉണ്ട്. പിന്നെ മദീന നെയ്ത, മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. അപ്പോൾ നല്ലവണ്ണം പഠിക്കുക, എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നബി തങ്ങളെ കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.